ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ട് ആരാധിച്ചിടും. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. സെറാഫുകൾ ആരാധിക്കും പരിശുദ്ധനെ, സന്തോഷത്താൽ സ്വന്തം മക്കൾ ആരാധിച്ചിടും. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയിങ്കൽ, കോട്ടകൾ തകരും ബാധകളൊഴിയും ആരാധനയിങ്കൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. നമ്മുടെ കൂടെ വസിക്കുന്ന നല്ല ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഈ നിമിഷം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ഈശോ വിശുദ്ധ കുർബാനയായി നമ്മുടെ കൂടെ വസിക്കുന്ന പുണ്യ നിമിഷമാണിത്. ലോക അവസാനത്തോളം എല്ലാ നാളുകളിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ഈശോ തൻ്റെ വാഗ്ദാനം പൂർത്തിയാക്കി ഈ വിശുദ്ധ കുർബാനയിൽ നമ്മോടൊത്തു വസിക്കുന്നു. ഈ തിരുവോസ്തിയിൽ ഈശോ ഇവിടെയുണ്ട് എന്ന വിശ്വാസത്തോടെ നമുക്കായിരിക്കാം. നമ്മൾ കാണുന്ന ഈ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ ദൈവമുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം, ഏറ്റുപറയാം. ആ നല്ല ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും നമ്മൾ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണ മനസ്സോടെ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് അനുഗ്രഹത്തോടെ വാഴുന്ന ഈ നിമിഷം അവിടുത്തെ ശക്തിയും സ്നേഹവും നമ്മളിൽ നിറയുവാനായി ആഗ്രഹിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ഒന്നിച്ചു ചേർന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. കൈകൾ ഉയർത്തി ദൈവപക്കലേക്ക് മനസ്സുയർത്തി
കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. പരിശുദ്ധനായ ദൈവമേ സ്തോത്രം, പരിശുദ്ധനായ ദൈവമേ ആരാധന, പരിശുദ്ധനായ ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ദൈവമേ, അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ച് സ്തുതിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ ലോകം മുഴുവനുമുള്ള എല്ലാ ദൈവ മക്കളെയും ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, ദൈവമേ സ്തുതി, ദൈവമേ സ്തുതി. കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ദൈവം നമ്മെ വഴി നടത്തിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയോടെ നമുക്കായിരിക്കാം. തിരുവചനത്തിൽ 65-ാം സങ്കീർത്തനമാണ് ഇന്ന് ഈ രാത്രിയിൽ നിങ്ങൾക്ക് സന്ദേശമായി ഞാൻ പങ്കുവയ്ക്കുക. 65-ാം സങ്കീർത്തനം വളരെ പ്രത്യേകതയുള്ള ഒരു സങ്കീർത്തനമാണ്. ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും വഴി നടത്തുന്ന കർത്താവ് എന്നാണ് ആ സങ്കീർത്തനത്തിൻ്റെ ആത്യന്തികമായ അർത്ഥം. പ്രിയപ്പെട്ടവരെ, ശാന്തമായിരിക്കുന്ന ഈ നിമിഷം, ഈ ഒരു ദിവസം മുഴുവൻ ദൈവം വഴി നടത്തിയതിനെ ഓർത്ത് നമുക്ക് മുമ്പേ നടന്ന് നമുക്കാവശ്യമായ നന്മകൾ നൽകി നമ്മളെ വഴി നടത്തിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് നമുക്ക് മഹത്വപ്പെടുത്താം. 65-ാം സങ്കീർത്തനം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. കർത്താവേ, സിയോനിൽ വസിക്കുന്ന ദൈവമേ, അങ്ങ് സ്തുതികൾക്ക് അർഹനാണ്. അവിടുത്തേക്കുള്ള നേർച്ചകൾ ഞാൻ നിറവേറ്റും. പ്രാർത്ഥന ശ്രവിക്കുന്നവനെയും പാപഭാരവുമായി ഞാൻ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അകൃത്യങ്ങൾക്ക് അടിപ്പെടുമ്പോൾ അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കുവാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവർ ഭാഗ്യവാന്മാർ. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിലെ നന്മകൾ കൊണ്ട് സംതൃപ്തരാകും. ഞങ്ങളുടെ രക്ഷയുടെ ആയ ദൈവമേ, ഭീതികരമായ പ്രവൃത്തികളാൽ അങ്ങ് ഞങ്ങൾക്ക് മോചനമരുളുന്നു. ഭൂമി മുഴുവൻ്റെയും വിദൂര സമുദ്രങ്ങളുടെയും പ്രത്യാശ അവിടുന്നാണ്. അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കി പർവ്വതങ്ങളെ ഉറപ്പിക്കുന്നു. ഉദയത്തിൻ്റെയും അസ്തമയത്തിൻ്റെയും ദിക്കുകൾ ആനന്ദം കൊണ്ട് ആർപ്പ് പിടിക്കുന്നു. സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധി കൊണ്ട് മകുടം ചാർത്തുന്നു. അങ്ങയുടെ രഥത്തിൻ്റെ ചാലുകൾ പുഷ്ടി പൊഴിക്കുന്നു. മരുപ്രദേശത്തെ പുൽപ്പുറങ്ങൾ സമൃദ്ധി കൊണ്ട് ചൊരിയുന്നു. മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറയുന്നു. താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അവ ആർത്ത് വിളിക്കുന്നു. അതായത്, പ്രിയപ്പെട്ടവരെ, 65-ാം സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് നമ്മൾ കേൾക്കുക. സമൃദ്ധി ചൊരിയുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവം, ആ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദിവ്യകാരുണ്യത്തിന് മുമ്പിലായിരിക്കുന്ന ഈ നിമിഷം അവിടുത്തെ സന്നിധിയിലായിരുന്നു കൊണ്ട് അവിടുന്ന് വഴി നടത്തിയതിനെ ഓർത്ത് നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. കർത്താവായ ദൈവമേ, ഈ പ്രഭാതം മുതൽ ഈ നിമിഷം വരെ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് ഞങ്ങളെ പരിപാലിച്ച, ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് സമൃദ്ധി കൊണ്ട് നിറച്ച നല്ല തമ്പുരാനെ, അങ്ങേ സന്നിധിയിൽ ഈ നിമിഷം ഞങ്ങൾ ഒന്നു ചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു.
വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശുവിൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്നതെല്ലാം അങ്ങയുടെ ദാനമാണ്. പ്രത്യേകമായി ഭൗതികമായ എത്രയോ അനുഗ്രഹങ്ങളാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകുന്നത്. ഒരു ദിവസം മുഴുവൻ കടന്നു പോകുമ്പോൾ എത്രയോ അനുഗ്രഹങ്ങൾ, സംരക്ഷണം, സ്നേഹം അങ്ങ് ഞങ്ങളുടെ മേൽ ചോദിച്ചിരിക്കുന്നു. സംഭവിക്കാമായിരുന്ന എത്രയോ അപകടങ്ങളിൽ നിന്നാണ് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചത്. ദുരന്തങ്ങളും തകർച്ചകളും ഞങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവയിൽ നിന്നെല്ലാം അങ്ങ് ഞങ്ങളെ മോചിപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞ ഈ വലിയ പരിപാലന, അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച അങ്ങയുടെ വലിയ പരിപാലനയെ ഓർത്ത് കർത്താവേ, ഈ നിമിഷം അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും അങ്ങയെ ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ മഹത്വം പറയുകയും അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നത് തീയിലല്ല, എന്നേശുവിൻ കരങ്ങളില. വീഴുന്നത് തീയിലല്ല, എന്നേശുവിൻ കരങ്ങളില. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എൻ്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എൻ്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. കർത്താവായ ദൈവമേ, ഈ ജീവിതയാത്രയിൽ അങ്ങയുടെ സ്നേഹവും കരുണയും ധാരാളം ലഭിച്ചിട്ടും പലപ്പോഴും ഞങ്ങൾ തിന്മകളിലും പാപങ്ങളിലും പെട്ടുപോകുന്നു. അങ്ങേ സന്നിധിയിൽ നിന്ന് അകന്നു പോകുന്ന നിമിഷങ്ങൾ ജീവിതത്തിലേറെയാണ്. ആ നിമിഷവും കർത്താവെ, അനുതാപത്തോടെ ഞങ്ങൾ അങ്ങേ സന്നിധിയിലേക്ക് നോക്കുമ്പോൾ അങ്ങ് ഞങ്ങളോട് എല്ലാം ക്ഷമിച്ച് കരുണ കാണിക്കുന്നു. അപരാധങ്ങളും പാപങ്ങളും ഒക്കെ ക്ഷമിച്ച് എന്നും ഞങ്ങളോട് കരുണ കാണിക്കുന്ന, എന്നും ഞങ്ങളെ പ്രിയപ്പെട്ടതായി കണക്കാക്കുന്ന, വഴിതെറ്റിപ്പോയ കുഞ്ഞാടുകളെടുത്ത് തോളിലെടുത്ത് വയ്ക്കുന്ന അങ്ങയുടെ വലിയ കാരുണ്യത്തെ ഓർത്ത് കർത്താവേ, ഈ നിമിഷം അങ്ങേ സന്നിധിയിൽ ഞങ്ങൾ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും
യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ സ്നേഹവും ഞങ്ങളിന്ന് അറിഞ്ഞത് അനേകം വ്യക്തികളിലൂടെയാണ്. ഇന്നത്തെ ഞങ്ങളുടെ ദിവസം മുഴുവൻ ദൈവമേ, നിൻ്റെ സ്നേഹത്തിൻ്റെ മഴത്തുള്ളികൾ ഞങ്ങളുടെ മേൽ പതിഞ്ഞു വീണത് അനേകം കരങ്ങളിലൂടെയാണ്. ദൈവമേ കർത്താവേ, ഞങ്ങളെ സ്നേഹിക്കുവാൻ അനവധി ആളുകളെ അങ്ങ് ഒരുക്കി നിർത്തി. ദുരിതങ്ങളുടെ താഴ്വരയിൽ കിടന്നപ്പോൾ ഹബേക്കുക്ക് പ്രവാചകന് ഭക്ഷണം എത്തിച്ചു കൊടുത്ത അങ്ങയുടെ വലിയ കാരുണ്യം ഞങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരുവാനായി ഓരോ വ്യക്തികളെയും അങ്ങ് ഒരുക്കി നിർത്തിയിരുന്നു. മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ജീവിത പങ്കാളി, കുടുംബാംഗങ്ങൾ, ഇവർ മാത്രമല്ല, ഞങ്ങളുടെ സമൂഹത്തിൽ എത്രയോ പേരാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നഘട്ടങ്ങളിൽ ഞങ്ങളുടെ അടുത്തെത്തിയിട്ടുള്ളത്. രോഗങ്ങൾ വന്നപ്പോൾ, അപകടങ്ങൾ വന്നപ്പോൾ, സാമ്പത്തിക തകർച്ചകൾ വന്നപ്പോൾ ഞങ്ങളെ സഹായിക്കുവാൻ ഒരുപാട് ആളുകളെ അങ്ങ് എല്ലാ മുക്കിലും മൂലയിലും ഒരുക്കി നിർത്തി. അങ്ങയുടെ കരങ്ങളായി, അങ്ങയുടെ കരുണയുടെ മനസ്സായി അനവധി ആളുകൾ ഞങ്ങളുടെ മേൽ സ്നേഹവുമായി കടന്നു വന്നു. കർത്താവേ, ഈ ജീവിതയാത്രയിൽ അന്ധകാലത്തിൻ്റെ വഴികളിൽ പ്രകാശത്തിൻ്റെ മെഴുകുതിരികൾ പോലെ അനേകം ദീപങ്ങൾ കൊളുത്തിവെച്ച് ഞങ്ങൾക്ക് വഴിയൊരുക്കിയ അങ്ങയുടെ വലിയ പരിപാലനയ്ക്കും വലിയ കരുതലിനുമായി കർത്താവേ, ഈ നിമിഷം ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുകയും അങ്ങയെ ആരാധിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയുമാണ്. ദൈവമേ, ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതിവരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. കർത്താവേ, തിരുവചനങ്ങളിൽ ഞങ്ങൾ വായിക്കുന്നു, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് അങ്ങാണെന്ന്. ആകാശം അങ്ങയുടെ കരവേലയാണ്, ഈ ഭൂമി അങ്ങയുടെ അത്ഭുതകരമായ സൃഷ്ടിയാണ്. 65-ാം സങ്കീർത്തനത്തിൽ ഞങ്ങൾ വായിച്ചു, ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ച സംവിധാനങ്ങളെയും എല്ലാം അങ്ങ് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾക്കായി മാറ്റി നിർത്തിയിരിക്കുന്നു. കർത്താവെ, മഴയും മഞ്ഞും വെയിലും ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്നതാണ്. കർത്താവെ, ഈ പ്രപഞ്ചം ഞങ്ങളുടെ ജീവിതത്തിന് അനുസ്യൂതമായും അനുസൃതമായും അങ്ങ് മോടി പിടിപ്പിച്ചിരിക്കുന്നു. കർത്താവെ, ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച സൂര്യപ്രകാശത്തെ ഓർത്ത്, ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച വായുവിനെ ഓർത്ത്, ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച കാറ്റിനെ ഓർത്ത്,
ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ച ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളെയും ഓർത്ത് ഈ പ്രപഞ്ചം മുഴുവനും ഞങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങളുമായി കൂടെ നിന്നതിനെ ഓർത്ത് കർത്താവേ, ഇതിൻ്റെ മുമ്പാകെ നന്ദി പറയുന്നു. ഇന്നത്തെ ദിവസം പ്രപഞ്ചത്തിൻ്റെ ദുരിതങ്ങളൊന്നും ഞങ്ങളെ ഏശിയില്ല. കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, ഇവയിൽ നിന്നെല്ലാം ഞങ്ങളെ പരിപാലിച്ച് സംരക്ഷിച്ച കർത്താവായ ഈശോയെ, പ്രപഞ്ചത്തിൻ്റെ നാഥനായ കർത്താവേ, അങ്ങേ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ നിമിഷം പൂർണ്ണ മനസ്സോടെ അങ്ങയെ സ്തുതിക്കുകയും അങ്ങയെ ആരാധിക്കുകയും അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. കർത്താവായ ദൈവമേ, ദിവ്യകാരുണ്യത്തിൻ്റെ തമ്പുരാനെ, അങ്ങേ സന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുമ്പോൾ ഓരോ നിമിഷവും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഞങ്ങൾക്ക് അർഹതയില്ലാത്ത, ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത എത്രയോ വിജയങ്ങളാണ് അങ്ങ് നൽകിയിരിക്കുന്നത്. സമൃദ്ധി ചൊരിയുന്ന കർത്താവാണ് അങ്ങ്. ദാരിദ്ര്യവും കഷ്ടപ്പാടും മാറ്റി സമൃദ്ധി നൽകുന്നുവെന്ന് മാത്രമല്ല, പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ അങ്ങയുടെ ഭണ്ഡാരത്തിൽ നിന്ന് അങ്ങെപ്പോഴും ഞങ്ങളുടെ മേൽ ചൊരിയുന്നു. കർത്താവേ, വിജയങ്ങൾ അങ്ങ് നൽകുന്നു. ഞങ്ങൾക്ക് ബലഹീനതയുണ്ടായിട്ടും അങ്ങ് ഞങ്ങൾക്ക് വിജയങ്ങൾ നൽകുന്നു. ഞങ്ങൾ അധ്വാനിച്ചപ്പോൾ വൻ വിജയങ്ങളിലേക്ക് അങ്ങ് ഞങ്ങളെ നടത്തുന്നു. ശക്തനായ ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ വെറും ബാലനായ ദാവീദിന് ബലം കൊടുത്തതുപോലെ വലിയ പ്രതിസന്ധികളെയും വലിയ ശത്രുക്കളെയും അങ്ങ് നിസ്സാരമായി ഞങ്ങൾക്ക് വേണ്ടി തോൽപ്പിച്ച് നൽകുന്നു. ശത്രുക്കളെ നിൻ്റെ കാൽക്കൽ കീഴിൽ ഞാൻ അമർത്തുമെന്ന വചനം അങ്ങ് പൂർത്തിയാക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വിജയങ്ങൾ നൽകുന്നു. സാമ്പത്തിക തകർച്ചയുടെ നിമിഷങ്ങളിൽ സഹായമായും സാമ്പത്തിക നന്മയുമായും അനവധി പേരെ ഒരുക്കി നിർത്തുന്നു. ഞങ്ങളുടെ അധ്വാനങ്ങളിലും പ്രവർത്തനങ്ങളിലും അങ്ങ് വിജയം നൽകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ, യാത്രകളിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, എല്ലാ തലങ്ങളിലും അങ്ങ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുകയും വളർത്തുകയും ചെയ്യുന്നു. സ്വച്ഛന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് തന്നെ നയിക്കുന്നു. പച്ചയായ മേച്ചൽപ്പുറങ്ങളിലേക്ക് നയിക്കുന്നു എന്ന തിരുവചനം പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വിജയങ്ങളും ഉയർച്ചകളും ഒരുക്കി തരുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേ സന്നിധിയിൽ അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുന്നു. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുന്ന് ഒരു ദിവസം മുഴുവൻ നമ്മളെ പരിപാലിച്ച് നടത്തിയ നിമിഷങ്ങളെ ഓർത്ത് നന്ദിയോട് നമുക്കൊരു നിമിഷം കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് നമുക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി കാരുണ്യത്തിൻ്റെ നാഥനോട് നമ്മൾ നന്ദി പറയുന്നു.
ഈ നിമിഷം ദൈവസന്നിധിയിൽ മനസ്സുയർത്തി, കരങ്ങളുയർത്തി, എല്ലാ നന്മയ്ക്കും അനുഗ്രഹത്തിനുമായി കർത്താവിനെ ഒരിക്കൽ കൂടി നമുക്ക് പുകഴ്ത്താം. കാരണം ദൈവത്തിൻ്റെ ദാനമാണ് ഈ ദിവസം, ഈ ഒരു ആയുസ്, ഈ ജന്മം. ദൈവമേ, മനസ്സ് തുറന്ന് അവിടുത്തെ ഒന്നിച്ച് ചേർന്ന് നമുക്ക് സ്തുതിക്കാൻ കൈകൾ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, കർത്താവേ മഹത്വം, നല്ല ദൈവമേ മഹത്വം, ജീവിക്കുന്ന ദൈവമേ മഹത്വം. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഈ നിമിഷം കർത്താവേ അങ്ങയുടെ വലിയ പരിപാലനയും സാന്നിധ്യവും അങ്ങയുടെ വലിയ സംരക്ഷണവും ഓർ സ്തുതി പറയുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യകാരുണ്യം ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ മുട്ടുകുത്താൻ പറ്റുന്നവർ മുട്ടുകുത്തി, നിൽക്കാൻ പറ്റുന്നവർ നിന്നുകൊണ്ട് ദിവ്യകാരുണ്യമായ ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്ന നിമിഷം തലകുനിച്ച് കൈകൂപ്പി അവിടുത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,